മധുരമിൻമൗനവും പാടി അഴകിൻ്റെ പൂർണിമ എൻ്റെ എല്ലാം കുട്ടിക്കാലം ആടി വേടൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വീടുകളിൽ വരാറുണ്ട്. അത് കർക്കിടക മാസം മാത്രമേ വരും. ശരിക്കും അതിന്റെ ഐതിഹ്യം കുറെ ഉണ്ട്. പക്ഷെ എനിക്കറിയുന്നത് ആദിയും വ്യാധിയും മാറ്റാൻ വേണ്ടിയിട്ട് ശിവൻ വേടന്റെ രൂപത്തിൽ വന്ന് എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പം അടുത്ത കാലത്തൊന്നും ഇപ്പം എൻ്റെ വീടിന്റെ ആ ഭാഗമൊന്നുമില്ല. ഈ കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൽ, കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൽ ബസാറിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ എൻ്റെ മിക്കവാറും ആദ്യം ക്യാമറ ചെയ്യുന്ന സജീവൻ വെള്ളാവിൽ ആണ് എന്നോട് ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു വേടൻ ഉണ്ട്, അപ്പൊ നമുക്ക് എന്തായാലും ആ വീഡിയോ ചെയ്യണം. അപ്പൊ സജീവൻ ബുധനാഴ്ച പോകുന്നതാണ്. അങ്ങനെ ഇന്ന് ഞായറാഴ്ച നല്ല കാലാവസ്ഥയല്ലേ, അപ്പൊ അങ്ങനെയാണ് കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൽ ഇവിടെ വന്നിട്ടുള്ളത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് വേടനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാം. കാരണം ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റില്ല, അവർക്ക് തിരക്കാണ്. ഓരോ ദിവസവും ഇത്ര വീടുകളിൽ കയറണം എന്നുള്ള ഒരിതുണ്ട്. അതുകൊണ്ട് അവരോട് നമുക്ക് കാര്യങ്ങൾ ഒന്ന് ചോദിച്ചറിയാം. നമുക്ക് പോകാം അദ്ദേഹത്തിന്റെ അടുത്തേക്ക്. വീഡിയോ ക്യാമറ ചെയ്യുന്ന സജീവന്റെ ചേട്ടനാണ്. ഒരു ചേട്ടന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആളുടെ പേര് രാഘവനാണ്. അദ്ദേഹം അധ്യാപകനാണ്. അപ്പോൾ വീട്ടില് വേടൻ ഇപ്പം വരും, നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. വേടൻ വന്നതിന് ശേഷം അദ്ദേഹത്തിന് വേടന്റെ ആ ഒരു ചരിത്രം, ഐതിഹ്യം അതൊക്കെ ചോദിച്ചറിയാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹമായിട്ട് പരിചയപ്പെട്ട് കാര്യങ്ങൾ ഒരുപാട് അറിയാം. വെറുതെ നേരം കരളിൻ്റെ ഉള്ളിലോ കാവ്യം അറിയാതെ നീ എൻ്റെ ഹൃദയമാം വേണുവേ അനുരാഗ സംഗീതമായി മധുരമിൻമൗനവും പാടി അഴകിൻ്റെ പൂർണിമ മിഴികളെ വിരിയുമ്പോൾ നീ എൻ്റെ ജീവനായി തീരും. അനുഭൂതി പോക്കും മിഴികളിൽ നോക്കി ഞാൻ വെറുതെ ഇരുന്നേരം ഉള്ളം നിറയും ഋതുകാന്തയായി നീ പിന്നിൻ കിനാവിൽ കൊടിച്ചു കളഭം പൊഴിയും ചന്ദ്രോദയം പോൽ നീ എൻ്റെ ഉള്ളിൽ വിരിഞ്ഞു. മൃദുതരമുതിരും സുരഭിലരാവിൻ കതിരായി നീ പുണ്യം പോലെ അനുഭൂതി പോക്കും മിഴികളെ നോക്കി ഞാൻ വെറുതെ കരളിൻ്റെ ഉള്ളിലോ കാവ്യം മിഴിയിൽ തെളിയും നിറമുള്ള വാനും ഒരു രാജഹംസം പറന്നു വൈകും ഒരു വാക്കിനുള്ളിൽ അഭിലാഷമധുരം കിനിഞ്ഞു മധുരിതമുണരും തരളിതം ആദേശികന്മാർക്കും പവൻ കാണാൻ ദേശം പകർന്നു രൂപമായി നാദന്തിരം അടച്ചോ കൊഞ്ച് കാമനിഴിച്ചാൽ മുറിച്ചത് കാണുന്നവർ കണ്ട് വിരലെല്ലാം അവർ വെള്ളോ നാട് പാരം വലുത്താ തുടങ്ങുന്നാവുണ്ട് താടിയും മീശക്കൊടിയും കാണും കമച്ചേട്ടും ചേരും കരമാകെ വരുമ്പോ മാറു മറച്ചു ചുമപ്പ് കുപ്പായുടെ തോക്കച്ചില കിട്ടി കരിവാൾ വെച്ചു
ചെടാ മുന്നേ കളത്തിൽ കൊണ്ട മാല മലർ മാല പോലെ കൊണ്ട കല്ലാ കവലിഗോ തലക്കൊടി മുല്ല മുലർ വാടാനിക്ക് വേഷം ധരിച്ചതാണ് പുല്ലും തിരികെയും ജനമേളം താഴെ മല കെട്ടേന്ന് പോയി കല്ലും മടം ഉള്ള മുടലൂടെ തൊള്ളും മുടലുള്ളവനുടും പാമ്പിലേക്കും കള്ളച്ചീൻ കൊട്ടി മഴ പോയി മുള്ളവരെ തെയ്യം ചെറുകൊട്ടൻ കൂരാമൊരു വീട് നരിനാനാമട്ടുകരടികൾ പുലികൾ ചെന്നായിടത്തുമ്പോ കാട്ടിൽ കൂട്ടം തകർക്കമാക്കി പണ്ടേ കിടക്കുന്നേവ രമേശൻ ഉണ്ടായ ഗംഗാര ചെറുവേറ്റ് ഉണ്ടങ്കവലേറെ നിരത്തി എന്നവറി വന്നു പന്നി അകലെ മഞ്ഞറുവതേ വാഴ തട തിന്നും കുല തിന്നും വാഴ തടയുമായി കുലയും വെച്ചായി മാറാൽ വെളിച്ചമ്പേ തോളാൽ കൊണ്ടേതു വേറെ കൊണ്ടെല്ലാം നിലകേറട്ട കൊമ്പെ കൊണ്ടല്ലോ കുളമേറട്ട അമ്പും മെരുകം പോയി അർജുനൻ ആന മെഴുകൊണ്ടാട്ടാള പൈരങ്ങേറെ കുതിര മേവിക്കും കുഞ്ചിരട്ട ഇതിലെ പോയോരോ 25 കണ്ടും കണ്ടും ഞാൻ അർജുനന്റെ അതോ കേട്ടോറ് വെറുവേറ്റ് കടുകപ്പാൻ എന്റെ അമ്പാരെ പോലുറങ്ങി എന്റെ നിരമത്ത് കടുങ്ങലത്ത അമ്പും തരികയില്ല പന്നി തരി ശരത്താല പട പോലും കരുവേറങ്ങ സ്ഥലം പോയി മറ്റുള്ളവരെ ചിരുകാ വിളിച്ചിട്ട് പെരുമാറോട് അയ്യോ ഭഗവാനെ തിരുവേശമാൻ പൊട്ടിപ്പിടപ്പെട്ടോതരണിയിൽ വീഴുന്നേരോ വേദം തൃക്കാക്കിൽ അർജുനൻ പാശുഭാശാസ്ത്രം കൊടുക്കുന്നേ എന്ന പിന്നെ എത്ര ഭഗവാനെന്ന ചോദൽ വാടാതെ പുഷ്പമുണ്ട് തിരുമേനിക്ക് വയനാട്ടേര വലിയൊരു ഒരു 100,000 ജോലി വന്നിട്ട് ഭാഷ 18 പഠിച്ചുള്ളാക്കി കൊക്കെ ചുവന്നുള്ള ചെറുകീളി ഉണ്ടാക്കുന്നു എന്റെ തനങ്കാതെ മുറിക്കല്ലാതെ അതേ കൂടാതെ തനങ്കാതിരുന്നു നിന്റെ കൂടാലെ കുളിഞ്ഞും നരവേ ഞാൻ തിരുനെല്ലി പെരുമാളാണ് കല്ലം കവണയും കടുകച്ചെന്നെ തൊട്ടാണ് ഒന്നാം മല നോക്കിയിട്ടൊന്ന് നോക്കിയിട്ട് ഓരോ 100,000 ജലേശം രണ്ടാം കവണയിൽ കല്ലിട്ടോരോ 2 നാട്ടിലെ കിളികളും പറന്നോടിപ്പോ കാട്ടിലിട്ടോരോ കല്ലുമേ കൈമേ പിടിച്ചോരോ കവണയും എന്നെ എറിഞ്ഞോരോ കവണയും മസ്തവറവിധത്തോടല്ലോ തനിയും ചെയ്ത് പോയി കളത്തെ കൊണ്ട പെണ്ണെ തന്നെ തെന്നലുടെ പാനൽ ഉടലില്ലാവും കല്ലാലുകളാക്കി കലമാതിൽ മുറവുമാക്കി കൊല്ലും മുതലാന കൊമ്പ് രണ്ടും പാടി ഇടിക്കുന്നു മരിച്ചാൽ പച്ചത്തന കൊട്ടി പലകനില പൊളുട്ടിനെ കളിക്കുന്ന കരിവേടെ കാലക്കരിവേട കാലിങ്ങേറെ തകർത്തോടിയില എന്നും പലതിന്റെ പലമാർഗം വേടൻ വനത്തിൽ പോയി തവൻ ചെയ്ത് വരുന്ന നേരോ കുറ്റം പുറമെല്ലാം അതിക്കയുണ്ട് നന്നാർ വിളക്കിലോട് ജാതി ചോക്കാകര കാതർ വെള്ളിക്കാതർ ചൂട്ടം കുരിശിയും വലവാകെ തെളിഞ്ഞു വെക്കാം ജനത്തിനെ കുളിപ്പിച്ചിട്ട് വാഴപ്പല കയ്യും മടിച്ചൂടാന് ഒന്നും കുറയാതെ നിറനാളീര് മൂടെ വലിയ ഒരു മണിമൂറമിടത്തും വെക്കാം കൂട്ടിൽ 3 നന്നാളിൽ കൊമ്പത്തിറങ്ങേനായി നാവിരിയോടെ തേങ്ങ മടലോടെ വീട്ടം കഴിവാനായി വെള്ളരിക്കാവുന്നിടുക മാറി പോകുന്ന മഞ്ഞളാറ് ജ്യേഷ്ഠ കഴിവാനായി കരിക്കട്ടാവും ഇന്നത്തെ ഭാവി ചറമുള്ളി ഉള്ളി മുളകോടെ കടുകായം വലതും വെക്കാം അന്റെ മാങ്കച്ചി മാനാട്ടില് പാറും വെട്ടില പച്ചടക്കാം പാടിയാടുന്ന വേടന്മാർക്ക് ഇവയെല്ലാം കൊടുത്തവർ വിളിയൊഴിക ഇവിടെ മാറുന്നു ഇവിടെ മാറില്ല പെൺപൈകൾ സ്ഥാനം വാഴുക തറവാടി മക്കൾ വാഴുക മരുമക്കൾ പലരും വാഴുക മണ്ണ് വാഴുക മഴഭൂമി കന്നു കാലികൾ പൈതങ്ങൾ ഇവിടം വാഴുക ഇവിടുത്തെ അത്തരക്കാലേലം അടിച്ചവർ അത് ഇച്ചിരി മോർണിംഗ് വെച്ച് ആ കുട്ടിയാണ്
മോനെ ഇല്ല അങ്ങോട്ട് ഇരിക്കൂടെ അമ്മോനെ പോകും അത് തക്കോട്ടെ മാഫി അച്ഛനോക്കെ പാടാനാല് ആദി ശിവൻ വാക്കും തവകാൽ വേഷം പകർന്നു വേടരൂപമായി നാദൻ തിരുമുമ്പേ പാമ്പിലെ കള്ളച്ചീം കൊട്ടി മഴവിളി മുള്ള വരെ കയ്യഞ്ചിറകട്ടൻ കോരാമെരു ഗീരി നരിനാണം കാട്ടുകരടികൾ പുലികൾ ചെന്നായില്ലോ കാട്ടിൽ ഇവ കേട്ടാൽ തകർത്തോമായി പണ്ടേ കിടക്കാള പൈരങ്ങേ കുതിരാമേവിക്കും ഗംഭീരമാര് ഇതിനെ പോയോരോം 25 കണ്ടും ഞാൻ അർജുനന്റെ അതോ കേട്ടോറ് വരുവേട്ട് കടുകപ്പാനു എന്റെ അമ്പാലെ തേനൂറ് എന്റെ നിരുമത്തെ കടുങ്ങേല കാക്കി അർജുനൻ പാശുപാശാസ്ത്രം കൊടുക്കുന്നേ എന്ന പിന്നെ എത്ര ഭഗവാനെന്ന ചൂടാൽ വാടാതെ പുഷ്പമുണ്ട് തിരുമേനിക്ക് വയനാട്ടേറെ വലിയൊരു ഓരോ 100,000 വന്നേ ഭാഷ 18 പഠിച്ചുള്ള എല്ലാം കൊടുത്താവർ വിനിയോഗിക ഇവിടം വാഴുന്ന പെൺപയ്യൽ സ്ഥാനം വാഴുക തറവാട് മക്കൾ വാഴുക മരുമക്കൾ രണ്ട് ഭാഗത്തായിട്ട് പിടിക്കും അത് കൊളിച്ചു പിടിച്ചാൽ മതി ഗുരുസിന് മുകളിൽ ഗുരുസിന് മുകളിൽ തക്കോട്ടേക്ക് മോശം മൃദുതരമുതിരു സുരഭിലരാവിൻ കതിരായി നീയൻ പുണ്യം പോലെ അനുഭൂതി പോക്കും മിഴികളെ നോക്കി ഞാൻ വെറുതെ ഇരുന്നേറെ നേരം മിഴിയിൽ തെളിയും നിറമുള്ളവാനിൻ ഒരു രാജഹംസം പറയാൻ വൈകും ഒരു വാക്കിനുള്ളിൽ അഭിലാഷമധുരം കിനിഞ്ഞു ആദി ശിവൻ വാക്കും തപം കാണാൻ വേഷം പകർന്നു വേടരൂപമായി നാദം തിരുമേനി അലച്ചോ കൊഞ്ചു കാമനൊരു ജീരൻ ഒഴിച്ചാപോൽ മുറിച്ചു മാല മലർ മാല പോലെ കൊണ്ട് കല്ല കവടി കോട്ടരക്കോ മുല്ല മുലർ പാടാൻ ഇത് വേഷം തരത്തടാ
എല്ലും തിരികെയും ചരമേലും തായ വല കെട്ടി നീക്കപ്പോയി കല്ലും മടം ഉള്ളും ഉടലൂടെ തൊള്ളും ഉടലുള്ളോടും വേവാമ്പിനെയും കള്ളച്ചീൻകുട്ടി മഴ പെയ്യുക മുള്ള വരെ പെയ്യും ചെറുകൊട്ടൻ കൂരാമെരുകീരി നരിനാനാം കാട്ടുകരടികൾ പുലികൾ ചെന്നായികൾ കാട്ടിൽ ഇവ കൂട്ടം തകർത്തുമായി പണ്ടേ കിടക്കുന്നേ വരമീശൻ ഉണ്ടായ ഗംഗാര ചെറുപേട്ട ഗവനേറി നിരട്ടി എന്നളറി പന്നി അകലെ മഞ്ഞറുവതേ വാഴ തട തിന്നും കുല തിന്നും വാഴ തടയുമായി കുലയും വെച്ച ഉല്ലാസരം പോയി മറ്റുള്ളവരെ ചിരുകാ വിളിച്ചിട്ട് തിരുമാറോട അയ്യോ ഭഗവാനെ തിരുവേഷമാൻ പൊത്തി പിടിപ്പെട്ടോ ധരണിയിൽ വീഴുന്നേരോ കാക്കിൽ അർജുനൻ പാശുഭാശാസ്ത്രം കൊടുക്കുന്നേ എന്ന പിന്നെ എത്ര ഭഗവാനെന്ന ചൂടൽ മാറാതമുണ്ട് കല്ലാലുകളാക്കി കളമാൽ മുറവുമാക്കി കൊല്ലം മുതലാന കുമ്പുരണ്ടു പാടിയിടിക്കുന്നു വർഷത്താൽ പച്ചത്തന കൊത്തി പല ഗമില നിച്ചപ്പോഴും കളിക്കുന്നാകരിവരെ കാലക്കരിവേട കാലിങ്ങനെ തകർത്തോടിയില്ല എന്നും പലതന്റെ പല മാർഗം വേടൻ വനത്തിൽ പോയി തവൻ ചെയ്ത് വരുന്ന നേരോ മൂട് വലിയൊരു മണിമൂറമെടുത്തു മുമ്മൂന്ന് നന്നായി കൊമ്പത്തിടങ്ങേറായിരുന്നാവിരി എളിയോടെ തേങ്ങ മടലോടെ വീക്കം കഴിവാനായി വെള്ളരിക്കാവുന്നിടേക അറിയാതെ നീ എന്നെ ഹൃദയമാം വേടുവേ അനുരാഗ സംഗീതം മധുരമിൻ മൗനവും അഴകിൻ പൂർണിമ വീടുകളെ വിരിയുമ്പോൾ നീ എന്റെ ജീവനായി അനുഭൂതി പോക്കും വീടുകളിൽ നോക്കി ഞാൻ വെറുതെ ഉള്ളം നിറയും പൊഴിയും ചന്ദ്രോദയം പോ നീ എൻ്റെ ഉള്ളിൽ വിരിഞ്ഞു മൃദുതരമുതിരും സുരഭിലരാവിൻ കതിരായി നീ എൻ പുണ്യം കറുത്ത പിടിച്ചു കറുത്ത പിടിച്ച് അനുഭൂതി പോക്കും ആദി ശിവൻ വാർത്തൻ തവകാന്മാൻ വേഷം പകർന്നു വേടരൂഹമായി നാഥൻ തിരുമേനി അണച്ചു കൊഞ്ചു കാമനൊരു വിളിച്ചാവോൽ മുറിച്ചതി കാണുന്നവർ കണ്ട നിഴലെങ്ങാൻ താവും അവർ വെല്ലും തിരോനാഥി പാരം പല താത്തുള്ളയുന്നാവും താടി മീശക്കൊടിയും കമജേകും അലങ്കാരക ചേരി നരഭാഗ്യം പോകങ്ക മാറോ മറ ചുമ ചുമപ്പ് കൂപ്പ കാകിയുടത്തോ കച്ചില കിട്ടി കരിവാൾ വെച്ചു വിളിച്ചിട മുന്നേ കഴുത്തിൽ പൊന്ന മാല മലർ മാല മുളങ്ങി കൊണ്ട് കല്ല കവടി ഗോ തരക്കോകി മുല്ല മുലർ മാടാനിധി വേഷം ധരിത്തതാണ് തിരികെയും ചരമേലും താഴെ വല കെട്ടി നീക്കപ്പോയി കല്ലും മടം ഉള്ളും ഉടലൂടെ തൊള്ളും ഉടലുള്ളോടും വേവാമ്പിനെയും
കള്ളച്ചീൻകുട്ടി മഴ പെയ്യും മുള്ള വില തെയ്യം ചെറുകൊട്ടൻ കോരാമിരി കീറി നരിനാടാമൃതം കാട്ട് കരടികൾ പുലികൾ ചെന്നായികൾ കാട്ടിൽ നിമകൂട്ടം തകർത്തുമായി പണ്ടേ കിടക്കുന്നവർ ഉണ്ടായ ഗംഗാര ചെറുവേറ്റ് ഉള്ളം കവലേറി മിതട്ടി എന്നറിവ് പന്നി അകലേവ ഞറുവതേ വാഴ തട തിന്നും കുലതിന്നും വാഴ തടയുമായി കുലയും വെച്ചായി മാറാൽ വിളിച്ചമ്പേ തോളാൽ കൊണ്ടേതു കൊണ്ടല്ലോ ഞങ്ങൾ ചേരത്ത കൊമ്പ് കൊണ്ടല്ലോ വിളമ്പേറത്ത അമ്പം മെരി കമ്പോയി അർജുനൻ ആനമെയ് കൊണ്ടാട്ടാള പൈരങ്ങേറി കുതിര മേരിക്കും കുഞ്ഞിരത്ത ഇതിനെ പോയോരോ 25 കണ്ടും ഞാൻ അർജുനന്റെ അതു കേട്ടോര് വരുവേറ്റ് കടുകപ്പാഞ്ഞു എന്റെ അമ്മാനെ പോണൊരു എന്റെ നിരുപത്തെ കടുങ്ങനട്ട അമ്പം തരികയില്ല പന്നി തരികല്ലോ ശരത്താല പടപോലും കരിവേളഞ്ഞ ഉല്ലേശ്വരം പോയി മറ്റുള്ളവർ ചിരികാ വിളിച്ചിട്ട് തെരുമാറോട അയ്യോ ഭഗവാനെ തിരുവേഷമാൻ പൊത്തിപ്പിടിപ്പിട്ടോ കരളിയിൽ വീഴുന്നേരോ കാക്കിൽ അർജുനൻ പാശുപാശാസ്ത്രം കൊടുക്കുന്നേ എന്നാ പിന്നെ എത്ര ഭഗവാനെന്ന ചൂടാൽ പാടാതെ പുഷ്പമുണ്ട് തിരുമേനിക്ക് പതിനെട്ടേര വലിയൊരു ഒരു 100,000 വന്നു ഭാഷ 18 പഠിച്ചുള്ളാക്കി ഒക്കെ ചുടന്നുള്ള ചെറുകീഴ് എന്നതും എന്റെ തെലങ്കാതെ മുറിക്കല്ലാതെ അത് കൂടാതെ തെലങ്കാതെ എന്റെ കൂടാതെ കൊളിയും ഞാൻ തിരുനെല്ലി പെരുമാളാണ് കള്ളക്കിളി വന്ന് പഴുപ്പത്തേക്ക് പെണ്ണെ കിളി കിളികളെ തെളിപ്പാണോ കല്ലില്ലാത്ത കല്ലും കവണയും കഥക ചെന്നലോ താങ്ങോ ഒന്നാം മല നോക്കിയിട്ടൊന്ന് നോക്കിയിട്ട് ഓരോ 100,000 കിളികളെ രണ്ടാം കവണയിൽ കല്ലിട്ടോരോ 2 നാട്ടിലെ കിളികളും മറന്നോടി കാക്കിലിട്ടൊരു കല്ലുമേ കല്ല് പിടിച്ചൊരു കവണയും എന്നെ എറിഞ്ഞൊരു കവണയും പറവിധത്തോടല്ലോ കട്ടിയതേ കനിയും കൊയ്തേവർ കളത്തെ കൊണ്ട തന്നെ തെന്നലടെ പാനം നിരവില്ലാവും കല്ലാലുകളാക്കി കലമാതോൽ മുറാവുമാക്കി കൊല്ലം മുതലാണ് കൊമ്പുരണ്ടും പാടിയിരിക്കുന്നു വർഷത്താൽ പച്ച തെന കൊത്തി പലകെന്നിലും മിച്ചപ്പൊഴും നീ കളിക്കുന്ന കരിവേട കാലിങ്ങനെ തകർത്തോടുക എന്നും പലതിന്റെ പല മാർഗം വേടൻ വനത്തിൽ പോയി തവൻ ചെയ്ത് വരുന്ന ചുറ്റും പുറമെല്ലാം മണിക്കഴുണ്ട് നമ്മ വിളച്ചിലോന്ന് ചോക്കാകര കാതർ വില കാതരുത് ചുട്ടും ഗുരു ചെയ്യും വരവാകത്തെ ജനത്തിനെ കുളിപ്പിച്ചിട്ട് വാഴ പല ചെയ്യും മടിച്ചൂടാൻ ഒന്നും കുറയാതെ നിറനാളിൽ മോടെ വലിയൊരു മണിമൂറമിടത്തും മുമ്മൂന്ന് നന്നാളെ കൊമ്പത്തിറങ്ങേറായി പെരയോടെ തേങ്ങ മടലോടെ വീക്കൻ കഴിവാനായി വെള്ളരിക്കാവ് ആരി പോകുന്ന മഞ്ഞളാറ് ജ്യേഷ്ഠ കഴിവാനായി കഴിക്കട്ടാവും ഇല്ലത്തെ ഭാവി ചെറമുള്ളി പുള്ളി മുളകോട് കടുകായം വരകും അണ്ടി മാങ്കച്ചി മാങ്ങാത്തേൽ പാറും വെറ്റിലാ പച്ചടക്കാവും പാടിയാടുന്ന വേടന്മാർക്ക് ഇവയെല്ലാമെ കൊടുത്തവർ വിളിയൊഴിക ഇവിടം വാഴുന്നൊരാൾ ഇവിടം വാഴുന്ന പെൺകൾ സ്ഥാനം വാഴുക തറവാട് മക്കൾ വാഴുക മരുമക്കൾ പലരും വാഴുക മണ്ണ് വാഴുക മലഭൂമി തന്നു കാലികൾ പൈതങ്ങൾ ഇവിടം വാഴുക ഇവിടുത്തെ അക്കരെ കാലേലം അടിച്ചാവണം
പിടിച്ചെടുത്ത് മുള ചെയ്യാൻ പറയാം. അത് പിടിച്ച് ചെയ്യാം, ഒരു തിരി കത്തിച്ചിട്ട് അങ്ങനെ 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 ആ തക്കോട്ടേക്ക് കുറച്ച് കുറച്ച് വെള്ളം കാട്ടണം കുടിക്കാൻ. അരി അരി കൊടുക്കും. അവിടെ വെച്ചു. നമുക്ക് ഈ വേടന്റെ എന്താണ് ഐതിഹ്യം ഇതൊക്കെ ഒന്ന് ചോദിച്ചറിയാനുണ്ട്. അതിന് ഇദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാണ്. കയ്യോടെ വേടനുണ്ട് നമ്മളുടെ കൂടെ. വേടനാണിത്. ഇതാണ് വേടൻ. നമസ്കാരം. 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 പേരെന്ന് പറയാം? എൻ്റെ പേര് പ്രശാന്ത് പണിക്കർ. പ്രശാന്ത് പണിക്കൂർ. കുറ്റ്യാട്ടൂർ ഇവിടെ തന്നെയാണ് അല്ലെ? അപ്പൊ നമ്മള് പണ്ട് കാലം എന്റെ എല്ലാം ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഈ വേടനെയൊക്കെ കെട്ടിയിട്ട് വീട്ടിലൊക്കെ വരാറുണ്ട്. കെട്ടിയിട്ട് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ അങ്ങനെയാണ് പറയാറ്. അപ്പൊ ഈ വേടന്റെ ഇപ്പൊ നമ്മള് ജനങ്ങൾക്കൊന്നും അറിയില്ല. ഇപ്പോഴത്തെ കാലത്ത് ഇവിടുത്തെ മക്കൾക്കാർക്കും അറിയാതെ മക്കൾക്ക് തീരെ അറിയില്ല. മാത്രമല്ല ഇതിന്റെ ഐതിഹ്യം നമുക്കായിരിക്കും അറിയില്ല. ഇപ്പൊ നമ്മൾ ഇത്ര വളർന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കറിയില്ല. ഒന്ന് ഐതിഹ്യം പറയാമോ? ആയിക്കോട്ടെ, തീർച്ചയായിട്ടും പറയാം. അപ്പൊ ഇത് വേറെ ഐതിഹ്യം എന്ന് വെച്ചാൽ പിന്നെ അർജുനെ പരീക്ഷിക്കാൻ വേണ്ടി പരമശിവൻ വരുന്നതാണ് ഇതിന്റെ ഐതിഹ്യം. അപ്പൊ കൈലാസം നിന്ന് പരമശിവൻ ഇറങ്ങി വന്ന് അപ്പൊ അർജുനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അർജുനന് പാശ്വദാസം അർജുനന് കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടി അർജുനെ പരീക്ഷിക്കലാണ് ചെയ്യുന്നത് നടക്കുന്നത്. അപ്പൊ വന്ന് ഇവര് നമ്മളിൽ കണ്ട് അപ്പൊ മൂകാസുരൻ എന്ന് പറഞ്ഞൊരു അസുരൻ ഒരു പന്നിന്റെ രൂപമായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇവര് രണ്ടാളും നിങ്ങൾ അപ്പൊ അർജുൻ നായാട്ടിന് പോയിട്ടുണ്ട്. നായാട്ടിന് പോകുന്നതാണ്. അപ്പൊ ഇവർ രണ്ടാളും പരസ്പരം കണ്ടുമുട്ടി. അപ്പോ പിന്നെ അർജുൻ എന്ത് ചെയ്ത പന്നിനെ ഈക്കാൻ വേണ്ടി നോക്കി. അപ്പൊ ശിവൻ പറഞ്ഞത് രണ്ട് പന്നിയാണ്. അപ്പൊ അർജുന ഇവർ രണ്ടും കൂടി വാക്ക് തർക്കായി. അവരുടെ ഒടുവിൽ വയ്യ പരമശിവൻ പന്നിനെ അസ്ത്രം വെച്ച് പൂപ്പിച്ച്. അപ്പോ അതിനുശേഷം അപ്പൊ എങ്ങനെയാണ് അർജുന് മനസ്സിലാകുന്നത് ഇത് ഭഗവാനാണെന്നുള്ളത് അർജുന് മനസ്സിലാകുന്നത്. അപ്പൊ അർജുന് മനസ്സിലാ അപ്പൊ ആ സമയത്താണ് അർജുന് പാശ്വദാസം പരമശിവൻ കൊടുക്കുന്നത്. അപ്പൊ കർക്കിടക മാസം വെച്ചാൽ പഞ്ഞമാസമാണ്. ആർക്കും ഒന്നും ഇല്ലാതൊരു അധിക വ്യാധികളിലും മാറ്റം പണ്ട്. അപ്പൊ അർജുന അപ്പൊ ചെറു മനുഷ്യരിലൊന്ന് കാണാൻ ഭഗവാൻ വിചാരിച്ചു. ഭഗവാൻ വേറെ രൂപം ധരിച്ചിട്ടാണ് വന്നിന്. അതുകൊണ്ടാണ് ആദ്യം അർജുന് മനസ്സിലാകുന്നത്. അപ്പൊ ആ വേറെ രൂപം ധരിച്ചുകൊണ്ട് അർജുന് മനസ്സിലായിട്ടില്ല ആളെ വേണം. അങ്ങനെയാണ് ഒരു വാക്ക് തർക്കമുണ്ടായത്. അതിനാണ് പരാജയപ്പെട്ടിട്ട് പാശ്വദാസം കൊടുക്കുന്നത്. അപ്പൊ അതിനുശേഷം അപ്പൊ പരമശിവൻ വിചാരിക്കാവുന്ന നാട്ടിൽ ഭൂമിയിൽ ഇറങ്ങിയിട്ട് എല്ലാവരും ഒന്ന് കാണാൻ വിചാരിക്കുന്നു. ആദികൾ വ്യാധികളിൽ മാറ്റാൻ വേണ്ടി കർക്കിടക മാസം ജ്യേഷ്ഠകളിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പരമശിവൻ ഓരോ വീടുകളിൽ കയറി വരുന്നത്. ഭൂമിയിലെ മനുഷ്യർ എങ്ങനെയൊക്കെ ജീവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിന്റെ ചുരുക്കം ഐതിഹ്യം. കുറെ പറഞ്ഞാൽ സമയമില്ല. അതെ, കുറെ പറയാനുണ്ട്. മാത്രമല്ല ഈ കർക്കിടക മാസം എത്ര ദിവസം? കർക്കിടകം സംക്രമം മുതൽ തുടങ്ങും. കർക്കിടകം സംക്രമം മുതൽ 16-ാം തീയതി വരെയാണ് വേടം വരുന്നത്. അതിനുശേഷം പിന്നെ അപ്പോ കൈലാസം നിന്ന് പരശുരാമൻ കൈലാസം പരമശിവൻ ഭൂമിയിൽ വന്നിട്ട് തിരിച്ചു വരാതെ കാണാനായിട്ട് പാർവതി എന്ത് ചെയ്യും? പാർവതി വേറെ വേഷം ധരിച്ചിട്ട് വരുന്നതാണ് ആടിയായിട്ട് വരുന്നത്. ഇത് വേടൻ, അത് ആടി. അപ്പൊ പരമശിവനെ കാണാനായിട്ട് ഭരതം വരുന്നതാണ്, ഭൂമിയിലേക്ക് വരുന്നതാണ്. അപ്പൊ ഇന്നലെ ഇങ്ങനെ പറഞ്ഞു കാരണം ഭൂമിയിലേക്ക് പോയിട്ടുണ്ട് ചെറുമനുഷ്യ കാണാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പൊ 16 നാളും കഴിഞ്ഞിട്ടും വരുന്ന കാണാനായിട്ടാണ് ഇവർ വരുന്നത്. പാർവതി വരുന്നത് ആടിയായിട്ട് വരുന്നത്. ഇപ്പം ഈ ആടിയും ഉണ്ടോ? അല്ല രണ്ടും? ഇപ്പം വേടം മാത്രമേ കിട്ടൂ. പിന്നെ നമ്മളിപ്പോ വേടം മാത്രം ആടി ഇപ്പൊ ഇല്ല. പയ്യന്നൂർ ഭാഗത്ത് അങ്ങനെ മാത്രമേ ഉണ്ട്. പിന്നെ ഏകദേശം എത്ര വീട്ടിൽ 16 ദിവസം കൊണ്ട് പോകും? ഇതിപ്പം 16 ദിവസം. ഇതിപ്പോ ഇന്ന് 60 ചില്ലറ വീട്ടിൽ പോകാനുണ്ട്. ഇന്നലെ 100 ചില്ലറ വീട്ടിൽ നിന്ന് പോയി. ഈ 300 ചില്ലറ വീട്ടിൽ എട്ടാം വീട്ടിൽ പോയി. നമ്മൾ സംക്രമം വരാൻ തുടങ്ങും. സംക്രമം മുതൽ ഓരോ നാട്ടിൽ തുടങ്ങും. നമ്മൾ ഇവിടെ ഈ കുറ്റാട്ടൂർ പ്രദേശത്ത് തുടങ്ങുന്നത് കർക്കിടക 8-നാണ് തുടങ്ങും. ഇപ്പൊ നമുക്ക് അതായത് നിങ്ങൾക്കൊരു ഏരിയ ഉണ്ടോ? ഏരിയ ഉണ്ട്. നമ്മൾ ചെറുജമ്മ കാശ്ശേരി നടക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ അപ്പുറം വേറെ ജമ്മാണ്. അതുകൊണ്ടാണ് ഞാൻ അപ്പുറം പോകുന്നത്. ഇങ്ങനെ ഏറി തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ വേടൻ ആടി എന്ന് പറയുമ്പോൾ ചെറിയ മക്കളെ മാത്രമേ കിട്ടും. ഈ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. കാട്ടാള് പിന്നെ വേറെ രൂപം വെച്ചിട്ടായിരുന്നു. കാട്ടാളിന്റെ വേഷം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ചെറുപ്പം അങ്ങനെയാണ്.
അതുകൊണ്ടാണ് മക്കളെ നമ്മൾ കെട്ടിക്കുന്നത് അല്ലേ? അപ്പൊ ഈ വേടൻ ആടി കെട്ടുന്നതിന് ഒരു സമുദായം, അങ്ങനെ പ്രത്യേക സമുദായം ഉണ്ടോ? വേടൻ കെട്ടുന്നതിന് മല സമുദായപ്പെട്ടവരും ആടി ഇടുന്നത് വണ്ണ സമുദായത്തിൽപ്പെട്ടവരാണ്. ഓ, അങ്ങനെ അങ്ങനെയുണ്ട്. അവരാണ് വരുന്നത്, അവരാണ് വരുന്നത് അല്ലേ? വണ്ണ സമുദായത്തിൽപ്പെട്ടവരാണ് ആടിയായിട്ട് വരുന്നത്. നമ്മൾ മല സമുദായത്തിൽപ്പെട്ടവര് വേടനായിട്ട് വരുന്നത് അല്ലെ? ഇപ്പൊ വേറെ ഒന്നും കൂടി കേട്ടിട്ടുണ്ട്, അതായത് തെയ്യം കെട്ടുന്ന വലിയ ആൾക്കാരുണ്ടല്ലോ, അവർ ആദ്യം ഇതുപോലെ ആടി വേടം കെട്ടിയിട്ടാണ് വരുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ തലപ്പാളി വെക്കുന്നത് വേടം കെട്ടാൻ പറ്റും. 21 ബിരുദനങ്ങളാണ് തലപ്പാളിയിലുള്ളത്. ഒരു മഹാത്മയുടേതാണ്. അത് ഫസ്റ്റ് കിട്ടുന്നത് ഈ വേടം കെട്ടിയിട്ടാണ് ഫസ്റ്റ് കിട്ടുക. അതിനുശേഷമാണ് നമ്മൾ തെയ്യത്തിലേക്ക് ഇറങ്ങുക. ഒരു 10-15 വയസ്സ് വരെ വേടം തന്നെ കിട്ടും. 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇതിന് പ്രായം ഉണ്ടോ? അതായത് ഈ വേടൻ കെട്ടുന്ന ഇത്ര വയസ്സ് മുതലാ കെട്ടണ്ടെന്ന് അങ്ങനെ കണക്കൊന്നുമില്ല. നമുക്ക് കുട്ടികൾ നടക്കാൻ കഴിയുന്ന കുട്ടികളെ കിട്ടുക. പക്ഷെ കെട്ടി പിന്നെ ഒരു 10-15 വയസ്സ് വരെ പരമാവധി കെട്ടാം. അപ്പൊ തന്നെ ഇപ്പൊ ഉണ്ടാവും. വേടനൊക്കെ പോയി കഴിഞ്ഞാൽ, വീടുകളിൽ പോയി കഴിഞ്ഞാല് നമ്മളിപ്പം അങ്ങനെ അനുഗ്രഹം എങ്ങനെ കൊടുക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും അതില്ല. ദക്ഷിണ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ രൂപത്തിൽ വന്നത്. പാവങ്ങൾക്ക് വന്നിട്ട് അവർ ജാതികൾ ഒഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അതാണ് കറുത്ത പിടിച്ച് കൂട്ടിയിട്ട് ജ്യേഷ്ഠയെല്ലാം തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. നമ്മള് കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൽ കുറ്റ്യാട്ടൂർ ബസാറിൽ ആണ് ഈ വീട്ടിലാണ് നിൽക്കുന്നത്. രാഘവൻ മാഷാണ്. മാഷ നമസ്കാരം. നമസ്കാരം. നമ്മൾ വേടനൊക്കെ കണ്ടില്ലേ അല്ലെ? വളരെ പണ്ട് കണ്ട ഒരു ഇതാണ് ഇപ്പം വീണ്ടും കണ്ടത് അല്ലെ? തീർച്ചയായിട്ടും. ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അതെ പിന്നെ ആടിയും വേടനൊക്കെ നമ്മളെ വീടുകളിലേക്ക് എത്തിച്ചേരാം. അതെ. പ്രത്യേകിച്ച് ഈ ഉത്തര മലബാറിലുള്ള ഒരു കലാരൂപങ്ങൾ ഒന്നാണിത്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയില് തെയ്യങ്ങളുടെ നാടാണല്ലോ കണ്ണൂർ ജില്ല എന്ന് പറയുന്നത്. അപ്പോ ഈ ആടിയും വേടനൊക്കെയാണ് വർഷത്തിൽ ഒരു ദിവസം നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരാറ്. ആടി കുറെ വർഷമായിട്ട് സാധാരണ ഇപ്പൊ വരാറില്ല. വളരെ കാലം മുമ്പേ എന്റെ പിന്നെ ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പേ അവർ വന്നിരുന്നത്. ഇതൊരു പ്രത്യേക സമുദായത്തിലുള്ളവരും. ഒന്ന് ഈ വേടൻ കെട്ടുന്നത് എന്ന് പറയുന്നത് മലയ സമുദായത്തിൽപ്പെട്ടവരും മറ്റേത് വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരുമാണ്. അപ്പോ പിന്നെ ഒന്ന് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികൾ മാത്രമാണ് ഇത് കഴിയുന്നത്. അപ്പൊ മിക്കവാറും വീടുകളിലൊക്കെ കുട്ടികൾ കുറഞ്ഞു വരുന്ന സമയത്ത് ആണ് ഓരോ കലാരൂപങ്ങള് ശരിക്കും അന്യം നിന്ന് പോകുന്ന പറയുന്നത്. അപ്പൊ ശരിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങൾ ഒന്നാണ് ഈ ആടിയും വേടൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം കലാരൂപങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും എങ്കിൽ മാത്രമേ നിലനിൽക്കുള്ളൂ. തെയ്യങ്ങളുടെ നാടാണെങ്കിൽ പോലും തെയ്യം എന്ന് പറയുന്നത് പ്രത്യേക കാവുകളെയോ അല്ലെങ്കിൽ വയലുകളെയൊക്കെ കേന്ദ്രീകരിച്ചാണ് സാധാരണ പിന്നെ ഉണ്ടാവുക. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ വീടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. വീടുകളിലേക്ക് ഒരുപാട് വീട് തീർച്ചയായിട്ടും അവര് എല്ലാ കർക്കിടക മാസത്തിലാണ് ഇവര് സാധാരണ പ്രശാന്തൻ പണിക്കരുടെ നേതൃത്വത്തിലാണ് ഈ കുറ്റ്യാട്ടൂരുള്ള ഈ ഭാഗത്തുള്ള അവർക്ക് ഏറിയുണ്ട്. എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. എല്ലാ വർഷം വരും. അവർക്കൊരു ഏറിയുണ്ട്. ആ ഏരിയയിലുള്ള എല്ലാ വീടുകളും അവര് പിന്നെ എല്ലാ വർഷവും എത്തിച്ചേരും. അങ്ങനെയാണ് പ്രശാന്ത മണിക്കരും പിന്നെ അനുജൻ വിനോദ് പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട ആ കുടുംബം ആണ് ഇവിടെ എപ്പോഴും ഉണ്ടാവാറ്. ഇപ്പൊ നമ്മള് മാഷയുടെ വീട്ടിൽ വന്നല്ലോ അല്ലെ? വീട്ടിൽ വന്നപ്പോ മാഷ് എന്ത് തോന്നി? ഇപ്പൊ വന്ന് എല്ലാം പാട്ട് പാടി. പാട്ട് എന്ന് പറഞ്ഞാൽ ഈ ആദിവ്യാധിയെല്ലാം അകറ്റുന്ന ഒരു അതെ തീർച്ചയായിട്ടും. അതെ അതെ. അതായത് ഇവര് പിന്നെ ആടിയും വേടനൊക്കെ വന്നു കഴിഞ്ഞാല് ഇവിടെ ആദിയും വ്യാധിയൊക്കെ അകത്ത് ഐശ്വര്യം വന്നു ചേരുമെന്നാണ് അതിന്റെ ഒരു സങ്കല്പം. എന്തായാലും സങ്കല്പം എന്തായാൽ പോലും നമ്മള് ഈ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കലാരൂപം എന്നതിനെ അതിനെ നമ്മൾ തീർച്ചയായും കണ്ടേ തീരും. തീർച്ചയായും അതാണ് അത് കണ്ടേ തീരും. അതുപോലെ ഇതുപോലെ തന്നെ എല്ലാ വർഷവും തീർച്ചയായിട്ടും അതെ അങ്ങനെ തന്നെയാണ്. ഇത് പിന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ മഹാഭാരതത്തിലെ കിരാതം ആയിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഈ പാർവതി പരമേശ്വരനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണത്. അപ്പോ ഒന്ന് അത്തരം ഒരു മഹാഭാരതത്തിലുള്ള ഒരു കഥ ഐതിഹ്യം അറിയുന്നവർക്ക് നമ്മുടെ മുന്നിലേക്ക് വെക്കാൻ വേണ്ടി പറ്റും. അത് പ്രത്യേകതയാണ്. പിന്നെ ഇത്തരം കാലം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. വിശ്വാസം എന്തോ ആവട്ടെ, പക്ഷെ എങ്കിൽ പോലും ഇത് നമ്മുടെ വീട്ടിന് മുന്നിലേക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നവർ വിശ്വസിക്കാം. എങ്കിൽ പോലും ഇതൊരു കലാരൂപമാണ്. എല്ലാ വർഷം എന്തായാലും ഇതേപോലെ തന്നെ വരണം. വേടം മാത്രമല്ല എന്റെ അഭിപ്രായത്തിൽ ആടി കൂടി വേണം. പക്ഷെ അത് കുറെ വർഷമായിട്ട് വരാറില്ല. അത് ഒന്ന് വെച്ചാൽ ആ ഒരു ഇത് കുട്ടികളാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോ മിക്കവാറും വീടുകളിൽ കുട്ടികൾ കുറച്ച് ചെറിയ കുട്ടികളെ ഇത് പറ്റുള്ളൂ. ഒരു പ്രായപരിധി കഴിഞ്ഞാൽ പിന്നെ മിക്കപ്പോഴും ഇങ്ങനെ ഇത് മുകളിലോട്ട് കെട്ടലും ഒക്കെ അതെ അതെ അത് പ്രയാസമായിരിക്കും.
ഇത് കുട്ടികൾ മാത്രമാണ് വീടുകളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ മാഷ് ഏത് സ്കൂളിലോ ഇപ്പം റിട്ടയർഡ് ആണോ? ഞാൻ മലപ്പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ റിട്ടയർ ചെയ്തു. മക്കളുണ്ട്? രണ്ടുപേര് കൂടി നാട്ടിലുണ്ട്? അല്ല, ഒരാള് പഠിക്കാൻ വേണ്ടി പാലയിലുണ്ട്, ഒരാള് ഇവിടെ 10ാം ക്ലാസ് പഠിച്ചോണ്ട്. ഓക്കെ. എന്തായാലും ഈ സജീവ് നിങ്ങളെ എന്റെ അടുത്ത ബന്ധുവാണ്. സജീവൻ കാണാറ് കുറവാണ്, പിന്നെ ഗൾഫിലൊക്കെ ആയതുകൊണ്ട്. അതെ, പോകുന്നുണ്ടാവും. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് പരിചയപ്പെട്ടതിൽ. തീർച്ചയായിട്ടും അങ്ങോട്ടും ഇദ്ദേഹം കൂടി കുറച്ച് നമുക്ക് അറിവ് പകർന്നു തന്നിട്ടുണ്ട്. ഒരുപാട് അറിവ് അതായത് ഇതിന്റെ ഐതിഹ്യം ഒരുപാട് പറഞ്ഞ പിന്നെ വീഡിയോ നീണ്ടു പോകും. അപ്പോ എന്തായാലും വീണ്ടും കാണാം. സന്തോഷം. തീർച്ചയായിട്ടും. ഇതാണ് സജീവൻ, നമ്മുടെ ക്യാമറമാൻ. സജീവന്റെ ആരായിട്ടായിരുന്നു ഇത്? ഏട്ടൻ. സജീവന്റെ ഏട്ടനാണ്. ഏട്ടന്റെ വീട്ടിലാണ് നമ്മൾ ഉണ്ടായത്. അപ്പൊ സജീവനെയും കൂടി ഒന്ന് കാണിക്കണല്ലോ. നമ്മൾ മാത്രം ക്യാമറേന്റെ മുന്നിൽ നിന്നാ പോരല്ലോ, ക്യാമറേന്റെ പിറകിലുള്ള ആളെയും എടുത്ത് കാണിക്കേണ്ടതാണ്. അപ്പൊ സജീവ എന്ത് തോന്നി? ഉഷാറല്ലേ ഇന്ന്? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഇവർക്ക് ഒരുപാട് വീടുകളിൽ കയറാനും ഉണ്ട്. അതുകൊണ്ട് സമയം വളരെ കുറവാണ് അല്ലെ? എന്തായാലും നമുക്ക് പുതിയൊരു അനുഭവം തന്നെയാണ്. ഇങ്ങനെ ഒരു കാഴ്ചയും വളരെ പണ്ട് കണ്ടതാണ് നമ്മള്. അപ്പോ എല്ലാ വീട്ടിലും എല്ലാ വർഷവും ഇതുപോലെ നമ്മളെയും കൊണ്ട് നടക്കാനുള്ള അവസരവും അനുഗ്രഹവും എല്ലാം ആരോഗ്യം എല്ലാം കിട്ടട്ടെ. കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു രൂപം പിന്നെ വീഡിയോയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതും ഒരുപാട് സന്തോഷവും ഭാഗ്യം. ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ ഒരു അനുഗ്രഹം കൊടുത്തേക്ക്.